ആഹാരം ശരിയായ രീതിയിൽ കൃത്യമായ അളവിൽ കഴിച്ചാൽ അത് മരുന്നിന് തുല്യമാണ്. വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ഭക്ഷണം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ പൊണ്ണത്തടി, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ കാൽഷ്യം കുറവാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും ക്ഷീണമാണ്. കുട്ടി ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്, എന്നാൽ മുഖത്ത് വെള്ളപ്പാടുകൾ വരുന്നു, വൈറ്റമിൻസ് കുറവാണ്. ഇതൊക്കെ ഒപിയിൽ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ? ശരിയായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്. എന്താണ് ശരിയായ ഭക്ഷണം? എന്താണ് ശരിയായ ഭക്ഷണമെന്നും അതെങ്ങനെ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാക്കാമെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. സമീകൃത ആഹാരം, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും വേണ്ട അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് വേണം. അതാണ് നമുക്ക് ഊർജം അഥവാ എനർജി നൽകുന്നത്. ബ്രെഡ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ഓഫീസിൽ പോകുന്ന ദിവസം നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാറില്ലേ? അന്നജമില്ലെങ്കിൽ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടും. രണ്ടാമത് മാംസ്യം അഥവാ പ്രോട്ടീന് വേണം. ഈ പ്രോട്ടീനുകളാണ് നമ്മളുടെ പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്താനും സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ദിവസവും നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്നും ഒരുപാട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതെല്ലാം പ്രോട്ടീൻ ഉണ്ടായാലേ നടക്കുകയുള്ളൂ. പ്രോട്ടീൻ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ വളർച്ച കൃത്യമായി നടക്കില്ല. ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് ഉണങ്ങില്ല, രോഗപ്രതിരോധ ശേഷിയും കുറയും. മൂന്നാമതായി, ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മിതമായ അളവിൽ ആഹാരത്തിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉൾപ്പെടുത്തണം. ഈ കൊഴുപ്പുകൾ ഉണ്ടെങ്കിൽ ചില വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവരെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയുള്ളൂ. മത്തി, അയല, ട്യൂണ തുടങ്ങിയ മീനുകളിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇത് ആരോഗ്യകരമായ ഒരു കൊഴുപ്പാണ്. ഇത് ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അന്നജം വേണം, പ്രോട്ടീൻ വേണം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ വേണം. അടുത്തത് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സുമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറയുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരും. വൈറ്റമിൻ എ കുറഞ്ഞാൽ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം വരും. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എല്ലിന് പ്രശ്നം വരും. അതുകൊണ്ട് ഈ പറഞ്ഞ അന്നജവും മാംസ്യവും ആരോഗ്യപരമായ കൊഴുപ്പുകളും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയ ആഹാരമാണ് നമ്മൾ ദിവസവും 3 നേരം കഴിക്കേണ്ടത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ഭക്ഷണമാണ് ഉള്ളത്: ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പോൾ ഈ 3 നേരവും പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കണം. സമീകൃത ആഹാരം എങ്ങനെ ശരിയായ അളവിൽ കഴിക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ദിവസവും ഉള്ള ആഹാരങ്ങൾ എങ്ങനെ ഈ സമീകൃത ആഹാരമാക്കി മാറ്റാമെന്ന് നോക്കാം. അതിന് ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്ലേറ്റിനെ 3 ഭാഗമാക്കുക. അതിന്റെ 1/4 ഭാഗമാണ് നമ്മൾ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് വിളമ്പേണ്ടത്. അതിനായി ധാന്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. തവിടുള്ള അരി അഥവാ മട്ടേരി, ഗോതമ്പ്, ചാമ തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്താം. 1/4 ഭാഗം പ്രോട്ടീൻ അഥവാ മാംസ്യം. അതിൽ മീൻ, മുട്ട, ചെറുപയർ, ഗ്രീൻ പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. എല്ലാം പ്രോട്ടീന്റെ ഉറവിടങ്ങളാണ്. ഇനി 1/2 ഭാഗത്ത് വേണ്ടത് പച്ചക്കറികളാണ്. കാരണം വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ളത് ഈ പച്ചക്കറികളിലാണ്. ഇതിന്റെ കൂടെ ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ കഴിക്കാം. ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്ത് കഴിക്കാം? ഒരു 3 ഇഡ്ഡലിയും സാമ്പാറും. സാമ്പാർ എന്ന് പറയുമ്പോൾ അതിൽ പച്ചക്കറികളുടെ എല്ലാ കഷ്ണങ്ങളും ഉൾപ്പെടുത്തുക. ഇതൊരു സമീകൃത ആഹാരമാണ്. അതിൽ ആരോഗ്യകരമായ കൊഴുപ്പിന് വേണ്ടി ഇത്തിരി ചട്നിയും ഉപയോഗിക്കാം. ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. ഒരു 4 ഇഡ്ഡലിയൊക്കെ എടുത്ത് സാമ്പാറിന്റെ വെള്ളം മാത്രം ഒഴിച്ച് കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പച്ചക്കറികൾ കൂടി മനഃപൂർവ്വം കഴിക്കുക. അപ്പോൾ ഇന്നു മുതൽ ഇത് ശ്രദ്ധിക്കുക. മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടം പുട്ടാണെങ്കിൽ പുട്ടും കടലക്കറിയും കഴിക്കാം. ഒരു കഷ്ണം പുട്ടെടുക്കുക. പുട്ടിൽ നിന്ന് അന്നജവും കടലക്കറിയിൽ നിന്ന് പ്രോട്ടീനും നമുക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ കൂടെ കുറച്ച് സാലഡ് കൂടി കഴിക്കാം. ക്യാരറ്റോ കക്കരിയോ കൂട്ടി ഒരു ഭാഗത്ത് വെക്കുക, അത് കഴിക്കുക. ഇത് നല്ലൊരു സമീകൃത ആഹാരമാണ്. എന്നാൽ ചപ്പാത്തിയും ഉരുളക്കിഴക്കറിയും കഴിക്കരുത്. കാരണം രണ്ടിലും ഉള്ളത് അന്നജമാണ്.
എപ്പോഴും ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഉച്ചയ്ക്ക് എങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാമെന്ന് നോക്കാം. പ്ലേറ്റിന്റെ 1/4 ഭാഗം ചോറ് വിളമ്പുക. ഒന്നും കൂടി ശ്രദ്ധിക്കുക, പ്ലേറ്റിന്റെ 1/4 ഭാഗമാണ് ചോറ് വിളമ്പേണ്ടത്. അതിന്റെ 1/2 ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പേരി വിളമ്പാം. 1/4 ഭാഗം പ്രോട്ടീനുകൾ, അതായത് മീനോ മുട്ടയോ ചിക്കനോ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കൂടെ തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോര് ഉപയോഗിക്കാം. രാത്രി എന്ത് കഴിക്കാം? 1-2 ചപ്പാത്തി എടുക്കുക. ചപ്പാത്തിയുടെ കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക. ചപ്പാത്തിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ അന്നജവും ഗ്രീൻ പീസിൽ നിന്ന് നമുക്ക് ആവശ്യമായ പ്രോട്ടീനും കിട്ടും. പിന്നെ അതിന്റെ കൂടെ കുറച്ച് സാലഡുകളും കഴിക്കാം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ലഭിക്കും. ഇങ്ങനെ സമീകൃത ആഹാരമല്ലല്ലോ ഞാൻ ഇതുവരെ കഴിച്ചിരുന്നത്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ വിചാരിക്കുന്നവരോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയല്ല നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പൊണ്ണത്തടി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, പനി, സന്ധികളിൽ വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകും. അല്ലെങ്കിൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതിലേതെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടാകും, ഇല്ലേ? ഇനി സമീകൃത ആഹാരം കഴിക്കുന്നതിന്റെ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ പറയാം. 1. ശരീരത്തിന്റെ വളർച്ചയ്ക്കും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇത് സഹായിക്കുന്നു. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതായത് അമിതഭാരമുള്ളവരിൽ അവരുടെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഈ സമീകൃത ആഹാരം ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്യാനുള്ള ഊർജവും നൽകുന്നു. പിന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. ഈ ആഹാരം നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നതിന് പഠനങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ ഈ ഹെൽത്തി പ്ലേറ്റ് കൺസെപ്റ്റ് പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ പോലും മാറ്റാനാകും. അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നു മുതൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നതിനെ തടയാനും നിങ്ങളെ അലട്ടുന്ന പല അസുഖങ്ങൾ റിവേഴ്സ് ചെയ്യാനും വരെ സഹായിക്കുന്നതാണ്. ഭക്ഷണത്തിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെള്ളം കുടിക്കുന്നത്. ഓരോ 25 കിലോകൾക്കും 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് കണക്ക്. അതായത് ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ആള് എല്ലാ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ.